ഒരു വ്യക്തി ജനിച്ച സമയവും ആ വ്യക്തി ജനിച്ച തീയതിയും അയാളുടെ ഭാവിയെ സ്വാധീനിക്കുമെങ്കിൽ അദ്ദേഹം ജനിച്ച ദിവസവും അദ്ദേഹത്തിൻ്റെ ഭാവിയെ സ്വാധീനിച്ചിരിക്കും. വ്യക്തിയുടെ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് അയാൾ ജനിച്ച ആഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരം. രുദ്രധാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഓരോ ആഴ്ചയിലും ജനിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജനന സമയം, അദ്ദേഹത്തിൻ്റെ ജനന തീയതി, ഇത് രണ്ടും വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ. നമുക്കറിയാം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, മൂന്നാമത് ഒരു കാര്യം കൂടെ കണക്കിലെടുക്കും. അയാൾ ജനിച്ച ദിവസത്തിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഓരോ ദിവസത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ആഴ്ചയിൽ 7 ദിവസം, ആ 7 ദിവസത്തിൽ ഓരോ ദിവസവും ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യ ഏതാണ്, ഭാഗ്യ ദിവസം ഏതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ടൈം ഏതാണ്, ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ആ ഞായറാഴ്ച ദിവസം ജനിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഞായറാഴ്ച ജനിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഭയങ്കര സ്നേഹമുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് ബന്ധുക്കളോട് ഭയങ്കര അമിതമായ സ്നേഹമുള്ളവരായിരിക്കും. സ്വജനങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതിൽ ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കാണും. ആത്മാർത്ഥമായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾ കാണും ഇവർക്ക്. പക്ഷേ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് അതുപോലെ ആയിരിക്കത്തില്ല. ഇവർക്ക് പൊതുവെ ഇവരുടെ ഒരു സ്വഭാവം, എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി മാത്രം പെരുമാറുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ. മാത്രമല്ല, എല്ലാവരോടും ദയ, അനുകമ്പ, ആരെയും സഹായിക്കും. കയ്യിലിരിക്കുന്ന എന്തും കൊടുത്തിട്ട് സഹായിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. മാത്രമല്ല, ഇവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി അത് നടത്തി വിജയിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഞായറാഴ്ച ജനിച്ചവർക്കുണ്ടായിരിക്കും. ഇവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് 19 വയസ്സിന് ശേഷം. അതായത് 19 വയസ്സിന് ശേഷം വരുന്ന ഓരോ 9 വർഷം കഴിയും തോറും, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 19 വയസ്സിന് ശേഷം 9 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ഓരോ 9 വർഷവും കഴിഞ്ഞ് വരുന്ന സമയമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത്. ഈ സമയത്തായിരിക്കും അദ്ദേഹത്തിന് വിവാഹം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു യശസ്, ഐശ്വര്യം, സമ്പത്ത്, ഇതൊക്കെ തുടങ്ങി എല്ലാ ഐശ്വര്യങ്ങളും വരുന്ന ഈ ഏറ്റവും നല്ല കാലം, ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം വരുന്നത്, ജോലി, ഇതൊക്കെ കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ 19 വയസ്സ് കഴിഞ്ഞ് 9 വർഷത്തിന് ശേഷമായിരിക്കും ഒരു സ്ഥിരത ഉണ്ടാവുന്നത്. അങ്ങനെ ഓരോ 9 വർഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ ടേണിംഗ് പോയിന്റുകളായിരിക്കും. അതാണ് ഈ ഞായറാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര ദാനശീലരാണ് ഇവർ, എന്തും കൊടുക്കും. അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും ഇടപെടുകയും അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഈ ഞായറാഴ്ച ജനിച്ചവരെന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് തിങ്കളാഴ്ച ജനിച്ചവരാണ്. തിങ്കളാഴ്ച ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പൊതുവേ സുഖലോലുപരാണ് കേട്ടോ. അത് മാത്രമല്ല, ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെയും ജീവിക്കും, എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും, എന്തുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് ഈ തിങ്കളാഴ്ച ജനിക്കുന്നവരെന്ന് പറയുന്നത്. മാത്രമല്ല, ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് വളരെ പതുക്കെ ആയിരിക്കും. പക്ഷെ കയറി വരും. പക്ഷെ അത് വളരെ സാവധാനമായിരിക്കും ഇവരുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു ഗ്രാഫ് മുകളിലോട്ട് പോകുന്നത്. ഇവർ മറ്റുള്ളവരുടെ അടുത്ത് ഇടപെടുമ്പോൾ യാതൊരു കാരണവശാലും ഈ വലിപ്പച്ചെറുപ്പം നോക്കത്തില്ല. വലിയവനോ ചെറിയവനോ ആയിക്കോട്ടെ, എല്ലാവരോടും വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ഇവർ ഇടപെടുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർക്ക് ജോലി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ 20 വയസ്സിന് ശേഷം വരുന്ന 9 വർഷം കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. അതായത് 9 വർഷത്തിലൊരിക്കൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഉയർച്ച ചെറുതല്ല, അവരുടെ ഉയർച്ച ഉണ്ടാകുന്നത് ഈ 9 വർഷത്തിലൊരിക്കൽ വെച്ചിട്ടാണ്. അവരുടെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് 29 വയസ്സിന് ശേഷമാണ്. അപ്പോൾ
ഇവരുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഏറ്റവും നല്ല ഉചിതമായ ഒരു മാസത്തിലെ ദിവസങ്ങളെന്ന് പറയുന്നത് 27, അതുപോലെ 11, 16, 20, 25, 29 ഇത്രയും ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഭയങ്കര വിജയമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത് ചൊവ്വാഴ്ച ജനിച്ചവരാണ്. ചൊവ്വാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കുറച്ച് കർക്കശ സ്വഭാവമുള്ളവരായിരിക്കും പൊതുവെ. ഇവർ 9, 18, 27 ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര വിജയമായിരിക്കും. ഉദാഹരണത്തിന് ഒരു വീട് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം മേടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരാറിൽ ഒപ്പിടുന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായിട്ട് ഒരു പുതിയൊരു ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പറ്റിയൊരു ദിവസം എന്ന് പറയുന്നത് 9, 18, 27 തുടങ്ങിയ ദിവസങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവരുടെ ജീവിതത്തിൽ ഏകദേശം ഒരു 18 വയസ്സിന് ശേഷം ഈ ദിവസങ്ങളിൽ ജനിച്ചവരുടെ 18 വയസ്സിന് ശേഷം 9 വർഷത്തിലൊരിക്കലാണ് ഇവർക്ക് ഏറ്റവും ബെറ്റർ ടൈം ലൈഫിൽ അനുഭവപ്പെടുന്നത്. അതായത് ആ സമയത്താണ് ഇവരിലേക്ക് ഈ പറയുന്ന വീട്, സ്വത്തുക്കൾ, വിവാഹം, അങ്ങനെ തുടങ്ങി മംഗളകാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ 9 വർഷത്തിലൊരിക്കലായിരിക്കും. അതായത് 18 വയസ്സിന് ശേഷം 9 വർഷം കഴിഞ്ഞ്. അങ്ങനെ ഓരോ 9 വർഷത്തിന് ശേഷമായിരിക്കും അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അതുവരെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയിക്കും ഈ ചൊവ്വാഴ്ച ജനിച്ചവർ. അത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലായിരിക്കണം എന്ത് കാര്യത്തിൽ ഏർപ്പെടുന്നതും ഈ പറഞ്ഞ 9, 18, 27 എന്നീ ദിവസങ്ങളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത വരുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച പൊതുവേ ആ ദിവസം ജനിച്ചവർ ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, അല്ലെ ബുദ്ധിമതികളായിരിക്കും. അവരുടെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി, 10-ാം തീയതി, 14-ാം തീയതി, 22-ാം തീയതി ഈ ദിവസങ്ങളിലൊക്കെ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിജയിക്കും. ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഇവർക്ക്. ഇവരുടെ ഒരു 20 വയസ്സ് തൊട്ട് 9 വർഷ കാലഘട്ടം, അത് 20 വയസ്സിന് ശേഷം വരുന്ന ഓരോ 9 വർഷം കഴിയുന്നതോറും ലൈഫിൽ ഓരോ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ബുധനാഴ്ചയാണ് ജനിച്ചതെങ്കിൽ ഇവർക്ക് സൂക്ഷ്മ ബുദ്ധിയായിരിക്കും. എന്ത് കാര്യത്തിനെക്കുറിച്ചും അതിൻ്റെ നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണ് ഭയങ്കരമായിട്ട് വിമർശിക്കും ഇവർ. എന്തിനേയും അങ്ങനെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. അതുപോലെ ഈ ഊഹം കൊണ്ട് രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ആ ഒരു കഴിവുള്ളവരാണ് ഈ ബുധനാഴ്ച ജനിച്ചവരെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ്സിനകത്തൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ശോഭിക്കും. ബിസിനസ്സിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, അതിന് പുതിയ തന്ത്രങ്ങൾ കണ്ടെത്താൻ മിടുക്കരാണ് ഇവർ. അപ്പോൾ ഈ മേഖലയിലുള്ളവർ പൊതുവെ എത്തിപ്പെടുന്ന ഭയങ്കര ലൈഫിലൊരു ഭയങ്കര പദവിയിൽ ഇവരെത്തും, യാതൊരു സംശയമില്ല. ബുധനാഴ്ചയാണ് ജന്മമെങ്കിൽ ലൈഫിലൊരു പദവി അവർക്ക് കിട്ടിയിരിക്കും. ഏതെങ്കിലും മേഖലയിൽ ചിലപ്പോൾ ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, ജഡ്ജാവാം, അങ്ങനെയൊക്കെയുള്ള വലിയ പദവികൾ, ചെറിയ പദവി എന്ന് പറഞ്ഞാൽ വലിയ പദവികളിൽ എത്തിച്ചേരും ഈ ബുധനാഴ്ച ജനിച്ചവർ. പ്രത്യേകിച്ച് വിദ്യ കൊണ്ട് പ്രബുദ്ധരായിരിക്കും അവർ, ഒരു സംശയവുമില്ല. അവർക്കിപ്പോൾ പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക്കിൽ ആ ഒരു ടൈമിൽ, സ്കൂളിങ്ങിൻ്റെ ആ ഒരു ടൈമിലൊന്നും അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ ഇവർ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലോട്ട് അങ്ങ് കയറിപ്പോകും. അത്രയ്ക്ക് ഒരു ബുധനാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകത അതാണ്. അല്ലെങ്കിൽ അവർ അനുഭവ സമ്പത്ത് കൊണ്ടാണെങ്കിലും ഒരു ജ്ഞാനം നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി ഭയങ്കര വിശേഷണ ബുദ്ധിയായിരിക്കും. അത് ബുധനാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകത. അതൊരു കാലാന്തരത്തിൽ ഗ്രാജുവലി ഇങ്ങനെ ആക്യുവർ ചെയ്ത് ആർജിച്ചെടുക്കുന്നതാണത്. അപ്പോൾ അതാണ് ബുധനാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത. അവർ കുറച്ച് പഠിക്കുന്ന കാറ്റഗറിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും എന്നുള്ളതാണ് ലൈഫ്. അടുത്ത വരുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെ വ്യാഴാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവേ പിടിവാശി അവർക്കുണ്ടെങ്കിലും ഇവർ ഭയങ്കര സംഭവമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷമാശീലമായിരിക്കും. വിശ്വാസവഞ്ചന കാണിച്ചാൽ പോലും അവരോട് ക്ഷമിക്കും. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കും, എന്നിട്ട് അവരെ നേർവഴിക്ക് കൊണ്ടുവരും. അങ്ങനെ ഭയങ്കര ഒരു മനസ്സുള്ള ഒരു വിഭാഗമായിരിക്കും ഈ വ്യാഴാഴ്ച ജനിക്കുന്നവരെന്ന് പറയുന്നത്. അതുപോലെ അവർക്കൊരു ജീവിതത്തിലൊരു നിയന്ത്രണ രേഖയുണ്ടാവും. അത് ഒരിക്കലും അവർ മറികടക്കില്ല. അതിനനുസൃതമായിട്ട്, അതായത് ചില ചിട്ടകൾ കാണും, ചില വിശ്വാസങ്ങൾ കാണും, അതിൽ നിന്നും ഒന്നും വ്യതിചലിക്കാതെ ഒരു എന്താ പറയുക, നേർരേഖയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു വിഭാഗമാണ്. ഇത് പിടിവാശി എന്ന് പറയുന്നത് ഇവർ കൽപ്പിക്കുന്ന ഈ രേഖയിലൂടെ വേണം അവരുമായി ബന്ധപ്പെട്ടവരും മുന്നോട്ട് പോകാൻ എന്ന പിടിവാശിയാണ് ഇവർക്കുള്ളത്, അല്ല വേറൊന്നുമല്ല. അതായത് എല്ലാവരും നന്നായി വരണം, എല്ലാവരും നല്ല രീതിയിലാകണം. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ
എന്ത് ചെയ്യണം, എല്ലാവരും പുലർത്തി പോകണം എന്നുള്ളതാണ് അവരുടെ പിടിവാശി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര സഹായികളായിരിക്കും. ഈ ദുഃഖം ഒക്കെ അനുഭവിക്കുന്ന, പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് സഹായഹസ്തം ചെയ്യുന്ന ഒരു വിഭാഗമാണ് വ്യാഴാഴ്ച ജനിച്ചവരെന്ന് പറയുന്നത്. ഭയങ്കര ദൈവവിശ്വാസികളുമായിരിക്കും പൊതുവെ. ചിലരത് വെളിയിൽ കാണിക്കത്തില്ല, പക്ഷേ ഇവരുടെ മനസ്സിൽ ചിലപ്പോൾ ഭയങ്കര കട്ട നിരീശ്വരവാദിയായിരിക്കും, പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. അവർ പൊതുവെ അവർ വെളിയിൽ പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ പ്രവൃത്തിയാണ്, ഞാൻ ചെയ്യുന്ന നന്മയാണ് എൻ്റെ ദൈവം എന്നൊക്കെ പറയും, ആദർശങ്ങളൊക്കെ പറയും. പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഈശ്വര ആരാധനയും ഭക്തിയും നിറച്ചുകൊണ്ടായിരിക്കും ഇവരിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഭയങ്കര ഉയർച്ചയായിരിക്കും. അതുപോലെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഏത് ദിവസവും ഏത് ചെയ്യണമെന്നുള്ളത്, കാരണം ഇവർ ഈ സ്വഭാവശീലരായതുകൊണ്ട് തന്നെ ഇവർക്ക് മാസത്തിൽ ഏകദേശം പകുതി ദിവസങ്ങളും എന്ത് ചെയ്താലും അത് വിജയം കൈവരിക്കും. അതിൽ പ്രത്യേകിച്ച് 3, 6, 9, 12, 15, 18, 21, 26, 27, 30 ഇത്രയും ദിവസങ്ങൾ എന്ത് ചെയ്താലും സൂപ്പറായിരിക്കും. പൊതുവെ ഇവരുടെ ലൈഫും നല്ല ഗംഭീരമായിരിക്കും. മാത്രമല്ല ഇവർക്ക് കിട്ടുന്ന ഭാര്യമാരും അടിപൊളിയായിരിക്കും. അതുപോലെ ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന ഭർത്താക്കന്മാരും, അല്ല ഈ ദിവസം ജനിച്ച, ഈ വ്യാഴാഴ്ച ദിവസം ജനിച്ച സ്ത്രീകൾക്ക് കിട്ടുന്ന ഭർത്താക്കന്മാരും നല്ല ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്താ പറയുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആളുകളായിരിക്കും കിട്ടുന്നത് വ്യാഴാഴ്ച ജനിച്ച സ്ത്രീകൾക്ക്. അതുപോലെ തിരിച്ച് പുരുഷന്മാർ. അതാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വ്യാഴാഴ്ച ജനിച്ചാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെടുന്നവരാണ് ഈ വ്യാഴാഴ്ച ദിവസം ജനിച്ചവർ. അതുപോലെ എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമാവുകയും ചെയ്യും സ്വന്തം പ്രവൃത്തി കൊണ്ട്. അത്തരത്തിൽ നല്ല ഒരു കർമ്മമേഖല അതായിരിക്കും അവർക്കുണ്ടാകുന്നത്. അടുത്തത് വെള്ളിയാഴ്ച ജനിച്ചവരാണ്. വെള്ളിയാഴ്ചയാണ് ജനനമെങ്കിലും ഇവർ ഭയങ്കര താത്വികപരമായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. ഒന്നും അറിയത്തില്ലെങ്കിൽ എല്ലാം അറിയുന്നവനെ പോലെ സംസാരിക്കും. ഏത് വിഷയത്തെക്കുറിച്ചും അവർക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. അതാണ് അവരുടെ പ്രത്യേകത വെള്ളിയാഴ്ച. ഇവരുടെ ഒരു 22 വയസ്സ് മുതൽ ഓരോ 4 വർഷം കഴിയുമ്പോഴും ലൈഫ് മാറിക്കൊണ്ടിരിക്കും. ലൈഫിൽ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഉണ്ടാകും. അതായത് അവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ഓരോ 4 വർഷമാണ്. 22 വയസ്സിന് ശേഷം ഇവരുടെ ഏറ്റവും നല്ല സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത്, ദിവസം എന്ന് പറയുന്നത് 4, 8, 13, 17, 26, 31 ഈ ഡേറ്റിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ ഭയങ്കര വിജയമായിരിക്കും. ഇവർ പൊതുവേ നല്ല സംസാരമായിരിക്കും കേട്ടോ, നല്ല ഗംഭീരമായിട്ട് സംസാരിക്കും. സ്ത്രീകളെയൊക്കെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റും. അത്തരത്തിലുള്ള സംസാര ശൈലി ഇവർക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞല്ലോ, എന്തും അറിയുന്ന ഒരു രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, എന്തിനെക്കുറിച്ചും നഷ്ടബോധം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ, അയ്യോ എനിക്കത് ലഭിച്ചില്ലല്ലോ, അയ്യോ അങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനത്തെ യാതൊരു സംഭവവും കാണത്തില്ല. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്, അതാണ് അവരുടെ ഒരു രീതി. ഒന്നും കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ചോ കിട്ടാതെ പോയതിനെക്കുറിച്ചോ ഒന്നും ദുഃഖിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഈ പറയുന്ന വെള്ളിയാഴ്ച ദിവസം ജനിച്ചവർക്കുണ്ടാവില്ല. അതുപോലൊരു കാര്യം, പറയുന്ന വാക്ക് തല പോയാലും അത് നടത്തിയിരിക്കും. അതായത് വാക്കാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം. അവരൊരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു സംശയമില്ല, അത് 100% നടത്തിയിരിക്കും. അമ്മാതിരി ഉള്ള ആ ബലമുള്ളൊരു വാക്കാണ് അവരുടെ വാക്കെന്ന് പറയുന്നത്. അതാണ് ഈ വെള്ളിയാഴ്ച ദിവസം ജനിച്ചവരുടെ പ്രത്യേകത. ഭയങ്കര ധൈര്യമായിരിക്കും. ചിലപ്പോൾ വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ ദുർബലനെ പോലൊക്കെ തോന്നും. ചിലപ്പോൾ സ്ത്രീ ആണെങ്കിൽ എന്താ പറയുക, വലിയ സൈസും കാര്യങ്ങളൊന്നും കാണില്ല, പക്ഷേ ഭയങ്കര ധൈര്യമായിരിക്കും. എന്തിനും, ഇപ്പം മരണം സംഭവിക്കാൻ പോവാണ് അടുത്ത നിമിഷം എന്ന് പറഞ്ഞാൽ പോലും പതറത്തില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽപ്പെടുന്നവരാണ് ഈ വെള്ളിയാഴ്ച ജനിക്കുന്നവരെന്ന് പറയുന്നത്. ചിലപ്പോൾ കാണാനൊന്നും വലിയ ഈ പറയുന്ന ആചാനുബാഹുവൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ എന്ത് സംഭവിച്ചാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ വെള്ളിയാഴ്ചക്കാരെന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട അതിനകത്ത്. ഇനി അടുത്തത് വരുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പൊതുവേ നല്ലതാണ്, എങ്കിലും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ശനിയാഴ്ച ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൻ്റെ ഗ്രാഫ് പതുക്കെ ആയിരിക്കും മേലോട്ട് പോകുന്നത്. മാത്രമല്ല ഒരു ഫ്ലക്ച്വേഷൻ കാണും അതിനകത്ത്. മേലോട്ട് പോകും, താഴോട്ട് വരും, മേലോട്ട് പോകും, താഴോട്ട് വരും. അങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഇവരുടെ ലൈഫിൽ കാണാൻ പറ്റും.
22 വയസ്സ് തൊട്ട് 26 വയസ്സ്, 31 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ്, 44 വയസ്സ്, 53 വയസ്സ്, 62 വയസ്സ്, 67 വയസ്സ്. ഈ ഒരു പ്രായം, ഈ ഓരോ പ്രായം 26, 31, 35, 40, 44, 53 ഈ ഒരു കാലഘട്ടമാണ് ഇവരുടെ ലൈഫിൽ ഭയങ്കര മാറ്റം ഉണ്ടാകുന്ന സമയം. പ്രതീക്ഷിക്കുന്ന പലതും അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം അതാണ്. ചിലപ്പോൾ ജോലി കിട്ടുക, പിന്നെ അതുപോലെ വിവാഹം നടക്കുക, കുഞ്ഞുങ്ങളുണ്ടാവുക, ഇങ്ങനെയൊക്കെ പറയുന്ന വീട് വയ്ക്കുക, എന്ത് സ്വപ്നവും നടക്കുന്ന സമയം ഇത് ഈ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ 67 വയസ്സിലും 62 വയസ്സിലും കുഞ്ഞുങ്ങളുണ്ടാവും എന്നുള്ളതല്ല ഞാനീ പറയുന്നത്. അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമെന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പ്രോസ്പെറിറ്റി ഉണ്ടാകുന്ന സമയമാണ് അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കുക 67 വയസ്സിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നുള്ളത്. 67 വയസ്സാവുന്ന ഒരു വ്യക്തിയെ എടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ജീവിക്കണമെന്ന് ഒരിക്കലും പറയില്ല അല്ലേ. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം പോലും നല്ല കാലം വരുമെന്ന് സ്വപ്നം കണ്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായത്തിലൊക്കെയാണ് ഇവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇവർക്ക് ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ശനിയാഴ്ച ജനിക്കുന്നവർ ജോലി കിട്ടാൻ സത്യത്തിൽ പലപ്പോഴും ഇവരുടെ ഒരു കാര്യക്ഷമതയും ഇവരുടെ ഒരു കഴിവൊക്കെ വെച്ചിട്ട് ജോലി കിട്ടേണ്ടതാണ് പലപ്പോഴും. ചെറിയ കാര്യങ്ങൾ കൊണ്ടും ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ജോലി കിട്ടാതെ പോകുന്നത്. പക്ഷെ ജോലി കിട്ടാനൊക്കെയുള്ള ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞ ശനിയാഴ്ച ജനിച്ചവർ. അവർ കിട്ടേണ്ടതാണ്, പക്ഷെ എന്തെങ്കിലും ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ട്, ദൈവാധീന കുറവൊക്കെ കൊണ്ടാണ് ശരിക്കും പലതും തട്ടിപ്പോകുന്നത്. അപ്പോൾ അതുപോലെ ശനിയാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് സമൂഹത്തിലൊരു സ്ഥാനം കാണും. ഒരു സംശയമില്ല, സമൂഹത്തിൽ നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ടും ഈ അറിവൊക്കെ ഉള്ളത് കൊണ്ടും ഒക്കെ തന്നെ സമൂഹത്തിൽ ഒരു ചെയർ, ഒരു കസേര അവർക്കുണ്ടാവും. അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ രണ്ടുപേരുണ്ടാവും. അതാണ് ശനിയാഴ്ച ജനിച്ചവരുടെ ഒരു പ്രത്യേകത. എങ്ങനെയും അറിവ് ആർജിച്ചെടുക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ദൃഢനിശ്ചയം ഇവർക്കുണ്ടാകും. തളരത്തില്ല. എന്ത് ഇനി ഭൂമി ഇടിഞ്ഞ് വീഴുന്ന പോകുന്ന എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുന്ന പറഞ്ഞാലും തളരത്തില്ല. ഇനി എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കും. ലൈഫ് ഭയങ്കര കൈപ്പേറിയതായിരിക്കും. ഒന്നാമത്തെ കാര്യം ലൈഫിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര കൈപ്പേറിയതായിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ക്ലൈമാക്സിലോട്ട് അടുക്കും തോറും ലൈഫിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ്. പിന്നെ മാത്രമല്ല ഈ ശനിയാഴ്ച ജനിച്ചവർക്കൊരു പ്രത്യേകത, പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ഈ ലഹരിയോട് ഇച്ചിരി താല്പര്യമൊക്കെ ഉള്ളവരായിരിക്കും. അങ്ങനെയും കണക്കാക്കുന്നുണ്ട് ശനിയാഴ്ചക്കാർ. ദൈവവിശ്വാസികളായിരിക്കും, തികഞ്ഞ ദൈവവിശ്വാസികളായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ശനിയാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ശനിയാഴ്ച ജനിച്ചവരുടെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങൽ, ഭൂമി വാങ്ങൽ, എന്ത് നല്ല കാര്യത്തിനും പറ്റുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് 4-ാം തീയതി, 8-ാം തീയതി, 13-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി, 31-ാം തീയതി. ഇത്രയും ദിവസങ്ങൾ വളരെ ഉചിതമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസങ്ങളെക്കുറിച്ചും 7 ദിവസങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾ ഏത് ദിവസം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ശരിയായിട്ട് വരാറുണ്ട്. എല്ലാവർക്കും ഏകദേശം ഒരു 80% ഇത് ശരിയായിട്ട് വരാറുണ്ട്. പിന്നെ പല സ്വഭാവം അല്ലേ, എന്താ പറയുന്നത്, ജനങ്ങൾ പലവിധമാണ്, പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. എങ്കിലും ചെറിയ ചില സാമ്യതകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദർശിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഏത് ദിവസവും നിങ്ങളെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതിനകത്തൊക്കെ എന്തെങ്കിലും ശരിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ, എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കട്ടെ. നല്ല കാലം വരട്ടെ, നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.